ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ക്ലേ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ സക്സസ് ആയാലും ആയില്ലെങ്കിലും വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെപ്പോലെ പരീക്ഷിച്ചിട്ട് സക്സസ് ആവാതെ വീഡിയോസ് കളയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു പ്രചോദനമാവട്ടെ. ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് മൈക്കില്ല, അതേപോലെ എൻ്റെ ബേബി ഉറങ്ങാണ്. അപ്പം വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഓൺ വോയിസ് ഇടണം എന്നുള്ളതാണ്. അതായത് വീഡിയോ എടുത്ത് പോകുന്ന കൂട്ടത്തിൽ സംസാരിച്ച് പോകണമെന്ന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. ക്ലേ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മുന്നേ എടുത്തുകൊണ്ടിരുന്നൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഇന്നലത്തെ പറക്കി ഒതുക്കലിൽ എവിടെയോ മിസ്സായി. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ബാക്കിയുള്ള ക്ലേ കുറച്ചുണ്ട്. ഇത്രയാണ് കേട്ടോ എൻ്റെ അടുത്ത് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇത് വെച്ചിട്ടൊരു ആളിൻ്റെ രൂപം സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ ഇത്രയും ക്ലേയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് ഒരാളിൻ്റെ രൂപം, ഞാൻ ബേബി ഉണർന്നുണ്ടെന്നാണ് നോക്കണേ, ഒരാളിൻ്റെ രൂപം സെറ്റ് ചെയ്യാവേ. പൊടിയൊക്കെ ഇരിക്കുന്നു. അപ്പം തലയും ഉടലും ഒക്കെ സെറ്റ് ചെയ്യാം. ഇതിനിടയിൽ ഞാൻ സംസാരിച്ചാലും കേൾക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിലൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എത്രത്തോളം വർക്കാവുമെന്നൊരു പിടുത്തമില്ല. ഹെയർ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനൊരു തൊപ്പിയാക്കി. ഇത് തൊപ്പിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ ഹെയർ ആയിട്ടാണ് തോന്നിയത്. അപ്പം ഞാനതുകൊണ്ട് അതങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവനെ ഒന്ന് ഉണക്കി സെറ്റാക്കി എടുക്കാം. ഉണക്കി സെറ്റാക്കി പെയിൻ്റ് എടുത്തെടുത്തിട്ട് ബാക്കി കാണിക്കാവേ. അപ്പം നമുക്കിനി മൂന്ന് ഫിഷിനെ സെറ്റ് ചെയ്യണം. ഞാൻ ഗോൾഡ് ഫിഷിനെ സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. 3 എണ്ണം വേണമേ. അപ്പം നമുക്കതിനെ സെറ്റ് ചെയ്യാവേ. ഞാനിങ്ങനെ പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് വരച്ചിട്ട് കട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് ഫിഷിനെ, അതായത് ഗോൾഡ് ഫിഷിനെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരച്ച് വന്നപ്പോഴത്തേക്കും ഗോൾഡ് ഫിഷൊന്നും ആയില്ല. പക്ഷേ ഇതിലൊരു ഫിഷിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമുക്ക് ഇത് തൽക്കാലം ഫിഷാണെന്നത് അനുമാനിക്കാം. ഞാൻ മുമ്പ് ഫിഷിൻ്റെ ഒരു വർക്ക് ചെയ്ത ടൈമിൽ അതിൽ ചെയ്ത പോലത്തെ ഫിഷാണ് കേട്ടോ ഞാൻ ഇതിലും ചെയ്തെടുത്തത്. കാരണം ഗോൾഡ് ഫിഷിനെ വരച്ചിട്ട് എനിക്കതിൽ വെട്ടിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൈ വെച്ച് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഫിഷ് ഇങ്ങനെയാണ് കേട്ടോ വന്നത്. എൻ്റെ ബേബി ഇതിനിടയിൽ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വർക്ക് പാതി വഴിക്ക് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലൊരു 3 ഫിഷിനെ സെറ്റ് ചെയ്തെടുത്ത് ഇതും കൂടെ കളർ ചെയ്ത് ഉണക്കി എടുത്തിട്ട് ബാക്കി വെക്കാവേ. ഞാനിത് ഇതേപോലെ പുള്ളിക്ക് ഇങ്ങനെ കളർ കൊടുത്തു. ഫിഷ് 3 എണ്ണം കളർ ചെയ്ത് ഉണങ്ങാനും വെച്ചേക്കുവാണേ. അപ്പോൾ ഉണങ്ങി വരട്ടെ, എന്നിട്ട് ബാക്കി. ഇതേപോലൊരു പേസ്റ്റ് ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ വട്ടം വരച്ച് അതിനെ കട്ട് ചെയ്തെടുക്കാവേ. വെട്ടിയെടുത്ത് ഇനി നമുക്കിതിനെ പെയിൻ്റ് അടിച്ച് മാറ്റി വയ്ക്കാം. പെയിൻ്റ് അടിച്ച് എല്ലാം കൂടെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ. ക്ലേ ആയതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നില്ല. അതുകൊണ്ട് ഞാൻ കൂപ്പിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധനം എടുത്തു. ഇത് ഞാൻ നോർമലി യൂസ് ചെയ്യാത്തൊരു സൈസാണ്, അതുകൊണ്ട് ഞാനിതെടുത്തു.
ദേ ആ മുകളിൽ കിടക്കുന്ന ഫോട്ടോ ഇല്ലേ, അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിവനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ അവർ ക്ലേ വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്, അവർ വേറെന്തോ നൂലോ വേറെന്തോ ക്ലോത്തോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ലുക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പല സ്ഥലത്ത് വെച്ചിട്ടും വീഡിയോ എടുത്ത് നോക്കി, പക്ഷേ എനിക്കങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് വലുതാക്കും നിങ്ങൾ.